അപ്പോൾ പുതിയ മാർപ്പാപ്പയും പൗരസ്ത്യ സഭകളെ എത്രത്തോളം ആശ്ലേഷിക്കും, ചേർത്ത് പിടിക്കും? സഭ ഒരു കമ്മ്യൂണിയനാണ്, കമ്മ്യൂണിയൻ ഓഫ് 24 ചർച്ചസ് ആണ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എപ്രകാരമൊക്കെ ആയിരിക്കും എന്നാണ് അച്ഛൻ്റെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും പൗരസ്ത്യ സഭകൾ എപ്പോഴും കത്തോലിക്ക സഭയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഒരുപാട് നന്മകൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി വന്നു. പ്രത്യേകിച്ച് ഭാരതം മുഴുവനും നമ്മുടെ അജപാലന പ്രവർത്തനം നടത്താനായിട്ട് ശംഷാബാദ് രൂപതയെ സ്ഥാപിച്ചു. ഒപ്പം ഗൾഫിലേക്കുള്ള നമ്മുടെ വിശ്വാസികളുടെ അജപാലന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കുന്നതിനുള്ള അനുവാദം മാർപ്പാപ്പ വാക്കാൽ നൽകി. തീർച്ചയായിട്ടും നമുക്ക് വളർച്ചയ്ക്ക് കാരണമാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരുപാട് പ്രവാസികളുള്ള ഒരു സഭയാണ് സിറോ മലബാർ സഭ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെല്ലാം UK-യിലേക്കും അമേരിക്കയിലേക്കും പിന്നെ ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും പോകുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഗൾഫിലുള്ള വിശ്വാസികളുടെ കാര്യത്തിലും ഒരുപാട് ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ നമ്മുടെ വിശ്വാസം, ഇവിടെ കിട്ടിയ വിശ്വാസം വളരെ തീക്ഷ്ണമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെയാണ് ഗൾഫിൽ, പ്രത്യേകിച്ച് നമ്മുടെ മൈഗ്രന്റ് കമ്മീഷനൊക്കെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പ വരുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, പ്രത്യേകിച്ച് ഗൾഫില് നമുക്കുള്ള അജപാലന പ്രവർത്തനത്തിന് ഉള്ള ബാക്കിയുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത്. അത് നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പൗരസ്ത്യ സഭകളോട് മാർപ്പാപ്പമാരെല്ലാം നല്ല ഒരു സമീപനമാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഈ സമൂഹമെല്ലാം പുലർത്തുന്ന ഒരു വൈവിധ്യം കത്തോലിക്ക സഭയ്ക്ക് ഒരു സുഗന്ധം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പൂന്തോട്ടത്തിൽ പല ചെടികൾ നിൽക്കുന്നത് പോലെ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ നിൽക്കുവാൻ, അതിനുള്ള ഒരു പാലം എന്നോണം മാർപ്പാപ്പമാര് എല്ലാ സഭകളെ സ്നേഹിക്കുന്നത് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ ഒരു വസന്തമായി മാറും എന്ന് വളരെ സംശയമില്ല. തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പയും ഇങ്ങനെ ഒരു സമീപനം തുടരട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു സിറോ മലബാർ സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരുപാട്, എനിക്ക് തോന്നുന്നു ശംഷാബാദ് രൂപത അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമയത്ത് നൽകിയത്. അതുപോലെ തന്നെ ഗൾഫിൽ തുടങ്ങി വെച്ചത് ഏകദേശം 5 ലക്ഷത്തോളം വിശ്വാസികൾ അവിടെ സിറോ മലബാർ സഭയ്ക്കുണ്ട്. അപ്പം അത്തരത്തിൽ പുതിയ വരുന്ന മാർപ്പാപ്പയിലും ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് ഉള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പൗരസ്ത്യ കാര്യാലയം നമുക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി ഈ കാര്യത്തിൽ എപ്പോഴും നല്ലൊരു സമീപനമാണ്. മാർപ്പാപ്പമാരെ പുലർത്തി വരുന്ന ആ സമീപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്കും നമുക്ക് അജപാലന പ്രവർത്തനത്തിനുമുള്ള സൗകര്യങ്ങൾ തരുന്നതിൽ അവരെ ഒരുപാട് അതിനകത്ത് അധ്വാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പ വരുമ്പോൾ അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ആ ഒരു രീതികൾ തുടരുന്ന രീതിയിൽ പുതിയ മാർപ്പാപ്പ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞാനിപ്പോഴും ബെനഡിക്റ്റ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അന്ന് കാർഡിനൽ റാറ്റ്സിംഗർ ആകുമെന്ന് ഒത്തിരി പേര് പ്രതീക്ഷിച്ചു. അപ്പൊ ഞാൻ അന്നൊരു സെമിനാരിയിലായിരുന്നു. സെമിനാരിയിൽ അവധിക്ക് വന്ന കാലഘട്ടത്തിലാണ്. അന്ന് ഞങ്ങളുടെ മണിമലയിലുള്ള ഒരു പള്ളിയിലായിരുന്നു ഞാൻ സെമിനാരിക്കാരൻ. ഞങ്ങൾ 2-3 സെമിനാരിക്കാരുണ്ട്. ഒരു അച്ഛന്റെ അടുത്ത് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രാത്രി 12 മണി വരെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പുതിയ മാർപ്പാപ്പ ആരാകുമെന്നുള്ളത്. അപ്പൊ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചച്ഛൻ ഒത്തിരി ആഗ്രഹമായിരുന്നു റാറ്റ്സിംഗർ പിതാവ് തന്നെ മാർപ്പാപ്പയാകണമെന്ന്. അപ്പം രാത്രി 12 മണി 12:30 ഇതിന്റെ റിസൾട്ട് വരുന്നതും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. ഹബേമൂസ് പാപ്പാം എന്ന് പറഞ്ഞ് നമുക്കൊരു പാപ്പയെ കിട്ടിയിരിക്കുന്നത് റാറ്റ്സിംഗറാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛന്റെ സന്തോഷം ഞാൻ അവിടെ കണ്ടു. അച്ഛൻ അവിടെ നിന്ന് തുള്ളിച്ചാടി ഓടിച്ചെന്ന് പള്ളിയുടെ വലിയ മണി അടിക്കുകയാണ്. പെട്ടെന്ന് ഈ കൂട്ടമണി കേട്ടുണ്ട് ആ പ്രദേശത്തുള്ള, പ്രത്യേകിച്ച് മണിമല പ്രദേശത്തുള്ള ഒത്തിരി പേര് വരും. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ അവര് പള്ളിയിൽ എന്തോ അനർത്ഥം നടന്നെന്നാണ് അവർ വിചാരിച്ചത്. അവർ ഓടി ഈ പള്ളിമേടയിലേക്ക് വരികയാണ്. അപ്പോഴാണ് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുതിയ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ജനങ്ങളെല്ലാം ഒത്തിരി സന്തോഷമായി. അന്ന് ഞങ്ങൾ മുട്ടായിയൊക്കെ കൊടുത്ത് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ്, പ്രത്യേകിച്ച് ഇന്ന് രാത്രി ആയിരിക്കും അത് സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പുതിയ ഒരു വസന്തം നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകട്ടെ, പുതിയൊരു നല്ല മാർപ്പാപ്പ വരട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.
തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നടക്കുന്ന അവസാനത്തെ ആ ഒരു വോട്ടെടുപ്പിൽ നമുക്ക് മാർപ്പാപ്പയെ ലഭിക്കാം. ഇനി അതല്ല, ഒരു പടിയും കൂടി മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ, ഈ നിമിഷം മുതൽ, അതായത് 1 മണി മുതൽ ഏത് സമയത്തും നമുക്ക് പുതിയ മാർപ്പാപ്പ എന്നുള്ള ആ ഒരു വൈറ്റ് സ്മോക്ക് നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന് 10:30 വരെയാണ് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്ന സമയം, അവസാന പുക ഉയരുന്നത്. അത് വൈറ്റാണോ, അവിടം വരെ എത്തുമോ എന്ന് അറിയില്ല. എങ്കിലും പ്രാർത്ഥനയിൽ, അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഒരുപാട് പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാരണം അതെ, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റിയുടെ പേരിൽ നമ്മുടെ മാനസികതയിൽ ചിന്തിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും അല്ല നടക്കുന്നത്. ചിലപ്പം ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും, ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആള് തന്നെ വരാം. അതെല്ലാം വളരെ, എനിക്ക് തോന്നുന്നു കർദിനാളന്മാരെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ബയോഡേറ്റ അവർക്ക് നൽകപ്പെടും, അതെല്ലാം വായിച്ചു പഠിക്കുന്നു, അവരുടെ ഇടപെടിയിൽ പഠിക്കുന്നു. അങ്ങനെ ഒരു സൗഹൃദം അവര് തമ്മിൽ ഈ ദിവസങ്ങളിൽ രൂപപ്പെട്ട് കാണും. തീർച്ചയായിട്ടും അതിൽ നിന്നും, അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കും അവര് പരിശുദ്ധാരൂപിയോട് അതിന്റെ ഒരു ചോദ്യം ചോദിച്ച് ഉള്ളിൽ നിന്ന് സഭയെ നയിക്കാൻ, ഈ കാലഘട്ടത്തിൽ നയിക്കാൻ പറ്റിയ ആരായിരിക്കുമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുമെന്ന് നമുക്കറിയാം. ആ ഇൻസ്പിറേഷനിൽ നിന്നാണ് തീർച്ചയായിട്ടും ആളെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇന്നയാളാകണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം സഭയ്ക്ക് ദൈവം നൽകുന്ന ദാനമാണ്. പത്രോസിന്റെ പിൻഗാമി എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനമാണ്. അപ്പം ദൈവമാണ് നമ്മുടെ സഭയെ നയിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് അതാര് വന്നാലും അത് നല്ല രീതിയിൽ, നല്ല ഒരു വ്യക്തിയായി സഭയെ നയിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 12 മീറ്റിങ്ങുകൾ, പൊതുസമ്മേളനങ്ങൾ ഈ കർദിനാൾമാർ എല്ലാവരും ഒന്നിച്ചുകൂടി. ആദ്യ സമയങ്ങളിൽ കുറവാണെങ്കിലും അവസാന മീറ്റിങ്ങുകളിലെല്ലാം ഏകദേശം 100-ലധികം കർദിനാൾമാരോളം പങ്കെടുത്തിരുന്നു. 25 പ്രസംഗങ്ങൾ അവിടെ നടത്തി പല കർദിനാൾമാരും. സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും ഇനി സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഇപ്പോൾ സഭ എങ്ങനെയായിരിക്കണം, ഒപ്പം അടുത്ത മാർപ്പാപ്പ ഏത് സമീപനം എടുക്കണം എന്നുള്ള ചർച്ചകൾ വരെ ഈ ഒരു കോൺക്ലേവിന് മുൻപുള്ള നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു പൊതു സമ്മേളനങ്ങളിൽ അവരവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു 12 ദിവസത്തെ ആ മീറ്റിങ്ങോട് കൂടി തന്നെ ആരിലേക്ക് എത്തണം എന്നൊക്കെ ഏകദേശം ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ഈ കർദിനാൾമാരുടെ ഉള്ളിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ നടന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയൊക്കെ ആയിരുന്നു. എങ്കിലും നമ്മളെല്ലാവരും ഇന്നലെ ആരും തയ്യാറായിരുന്നില്ല ഈ ഒരു മാർപ്പാപ്പയെ ഒന്ന് സ്വീകരിക്കാൻ. നമ്മളൊരു 2 ദിവസത്തെ ഒരു തെരഞ്ഞെടുപ്പെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അച്ഛനും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഞാനും ഇന്നലെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മുമ്പേ ജോജിച്ച് സൂചിപ്പിച്ചതുപോലെ കാനോനിക്കലായിട്ടുള്ള പ്രൊസീജിയർ, പിന്നെ സഭാപരമായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 3-2 ഭൂരിപക്ഷത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് ഒരു വോട്ടെടുപ്പില് നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല. ചിലപ്പോൾ നടന്നേക്കാം, പക്ഷെ ഇന്നലെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ പ്രതീക്ഷ ഇന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറിച്ചുമാകാം. ഒരു കൺസോളിഡേഷൻ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് നല്ലൊരാളെ കിട്ടും എന്ന പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു മഹാ ഇടയനെ നമുക്ക് ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം.